നമ്മളിന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് ടെക്നോ എന്ന ബ്രാൻഡിൻ്റെ സ്പാർഗോ എന്ന മോഡലിനെ കുറിച്ചാണ്. ടെക്നോ എന്ന ബ്രാൻഡിൻ്റെ മെയിൻ ഫ്യൂച്ചർ എല്ലാവർക്കും അറിയാം. അവർ വൺ ടൈം സ്ക്രീൻ റീപ്ലേസ്മെൻ്റ് ആണ് അവർ പ്രോമിസ്. 6 മന്തിനുള്ളിൽ ഡിസ്പ്ലേ വീണ് പൊട്ടിക്കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് ഡിസ്പ്ലേ മാറ്റി തരുന്ന ഒരു ഓപ്ഷൻ ഈ ബ്രാൻഡിനുണ്ട്. എല്ലാ ഫോണിനും ഈ ഓപ്ഷൻ വരുന്നുണ്ട്. ടെക്നോൻ്റെ പുതിയ മോഡലായ സ്പാർഗോൻ്റെ കീ ഫീച്ചറുകൾ നമുക്ക് എന്തൊക്കെയാണ് നോക്കാം. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ്രോയിഡ് 9 Pie അത് വർക്ക് ചെയ്യുന്നത്. പ്രൊസസ്സർ ക്വാഡ്-കോറിൻ്റെ 2.0 GHz കുഴപ്പമില്ലാത്തൊരു പ്രൊസസ്സറാണ് വരുന്നത്. നെറ്റ്വർക്ക് വോൾട്ടി സപ്പോർട്ടാണിത്. 6.1 ഇഞ്ച് ഡോട്ട് നോച്ച് സ്ക്രീനാണ് വരുന്നത്. റെസൊല്യൂഷൻ 720x1560 വരുന്നുണ്ട്. കണക്ടിവിറ്റി GPS ഉണ്ട്, വൈഫൈ ഉണ്ട്, ബ്ലൂടൂത്ത് ഉണ്ട്, FM ഉണ്ട്, OTG സപ്പോർട്ടഡ് ആണ്. ക്യാമറ 8 MB റിയർ ക്യാമറ വിത്ത് ഡുവൽ ഫ്ലാഷ്, 5 MB ഫ്രണ്ട് ക്യാമറ വിത്ത് ഫ്ലാഷ് വരുന്നുണ്ട്. ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി വരുന്നത് 3000 mAh ആണ്. സെൻസർ ഗൈറോസ്കോപ്പ് സെൻസർ ഉണ്ട്, ആംബിയൻ ലൈറ്റ് സെൻസർ ഉണ്ട്, പ്രോക്സിമിറ്റി സെൻസറാണ്. അപ്പോൾ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ബോക്സും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഭംഗിയിൽ തന്നെ അവർ ചെയ്തിരിക്കുന്നത്. ബാക്കിൽ വരുന്നത് ഒരു ബ്ലൂ പ്ലാസ്റ്റിക്കിൻ്റെ ബാക്ക് ടോപ്പാണ്. ഒരു ചെറിയ ഷൈനിങ്ങോട് കൂടിയ ബാക്ക് ടോപ്പാണ് വരുന്നത്. ബോക്സ് തുറക്കുമ്പോൾ തന്നെ 12 months പ്ലസ് 1 month എക്സ്ട്രാ വാറൻറ്റി ഉള്ള ഒരു വാറൻറ്റി കാർഡ് കമ്പനി നൽകുന്നുണ്ട്. യൂസർ മാനുവൽ, ബാറ്ററി ഇൻബിൽഡ് അല്ല, നമ്മൾ സെപ്പറേറ്റ് ഇടുന്ന ബാറ്ററിയാണ്. ഒരു ചാർജർ, V8 ഡാറ്റ കേബിളും വരുന്നുണ്ട്. അത്യാവശ്യം കയ്യിൽ ഒതുങ്ങുന്ന ഒരു ഫോണാണ് ടെക്നോ സ്പാർഗോ. ബാക്ക് ക്യാമറ ബംബ് കുറച്ച് പൊന്തിയിട്ട് ഉണ്ട്, അത് വലിയ കുഴപ്പമില്ല. ഫ്രണ്ട് ക്യാമറ, പവർ ബട്ടൺ, വോളിയം കീ, പിന്നെ അടിയിലായിട്ടാണ് ചാർജിങ് സ്ലോട്ടും വരുന്നത്. 3.5 mm ഹെഡ്ഫോൺ ജാക്കും. നമ്മൾ ഓണാക്കി നോക്കാം. വരുമ്പോൾ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് കാണാൻ കഴിയുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഡിസ്പ്ലേക്ക്. ഒരു 5499 രൂപേൻ്റെ ഫോണിന് ഉള്ള വേണ്ടുന്ന എല്ലാ ഫീച്ചറും ഈ ഫോണിനുണ്ട്. ഈ പ്രൈസ് റേഞ്ചിൽ നല്ലൊരു ക്വാളിറ്റി ഉള്ള ഡിസ്പ്ലേ തരുന്നുണ്ടെന്ന് പറയാം. ക്യാമറ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ക്യാമറ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. ഈ പ്രൈസ് റേഞ്ചാണ് മെയിൻ. പ്രൈസ് റേഞ്ചിലുള്ള അതിനനുസരിച്ചുള്ള ക്വാളിറ്റി ക്യാമറ തരുന്നുണ്ട്. ക്യാമറയിൽ കുറേ ഫിൽറ്ററിൻ്റെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്ത് നോക്കിയിട്ട് ഫോട്ടോ എടുക്കാവുന്നതാണ്. പിന്നെ ബൊക്കെ എഫക്റ്റ് വരുന്നുണ്ട്. ഡുവൽ ക്യാമറ ഇല്ലെങ്കിൽ കൂടി ബൊക്കെ എഫക്റ്റിന് ഉള്ള ഒരു ഓപ്ഷൻ ഈ ഫോണിലുണ്ട്. ഗെയിം മോഡുണ്ട്, വാട്സപ്പ് മോഡുണ്ട്. പിന്നെ എല്ലാ ഫോണിലും കണ്ടുവരുന്നത് പോലെ ബാറ്ററി സേവിങ്സും റീഡിംഗ് മോഡും ഉണ്ട്. ഓട്ടോമാറ്റിക് ബ്രൈറ്റ്നസ് ഫോണിന് വരുന്നുണ്ട്. അതുകൊണ്ട് ബാറ്ററി സേവിങ്സ് കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. ഫേസ് അൺലോക്കിംഗ് വരുന്നുണ്ട്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം.
അത്യാവശ്യം നല്ല ഫാസ്റ്റ് ഉണ്ട്. ഫേസ് ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കാം. ഫേസ് അൺലോക്ക് അത്യാവശ്യം നല്ല ഫാസ്റ്റ് ഉണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന നല്ല ഫേസ് അൺലോക്കിംഗ് സിസ്റ്റം ഉള്ള ഒരു ഫോണാണെന്ന് തന്നെ പറയാം. $360 ഫ്ലാഷ് ഈ ഫോണിൻ്റെ ഒരു മെയിൻ പ്രത്യേകതയാണ്. അത് എത്രത്തോളം യൂസ്ഫുൾ ആണെന്ന് അറിയില്ല, എന്നാലും അത് നല്ലൊരു ഫ്യൂച്ചറായിട്ട് തോന്നുന്നു. AI ഇൻ്റലിജൻറ്റ് പവർ സേവിങ് മോഡുണ്ട്. നമ്മൾ ആപ്പ് യൂസിനനുസരിച്ച് പവർ കൺസംഷൻ ചെയ്യുന്ന ഒരു സംഭവമാണ് AI പവർ സേവിങ് മോഡ്. ഡിസ്പ്ലേ ഡോട്ട് നോച്ച് മറക്കാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്, ഒഴിവാക്കാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ഡോട്ട് നോച്ച് ഒഴിവാക്കാനുള്ള ഓപ്ഷൻ. നാവിഗേഷൻ ബാറിൽ ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട്. റാം ക്ലീൻ ആക്കാനും ഫോൺ മെമ്മറി ക്ലീൻ ആക്കാനുള്ള ഓപ്ഷൻസ് സെറ്റിങ്സ് തന്നെ വരുന്നുണ്ട്. അത് നല്ലൊരു ഫ്യൂച്ചറായിട്ട് തോന്നുന്നു. 2GB 16GB ആണ്. 2GB റാം 16GB സ്റ്റോറേജാണ് ഫോണിന് വരുന്നത്. ഗെയിമിങ്ങും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഗ്രാഫിക്സ് വർക്ക് ചെയ്യുന്നുണ്ട്. ഗെയിം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മളിപ്പോൾ കളിക്കാൻ പോകുന്ന ഹിൽ ക്ലൈംബ് റൈസിംഗ് ആണ്. അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിന് തന്നെ അത് ഓണാക്കും. ഗെയിം ഓണാക്കുമ്പോൾ തന്നെ ഗെയിമിംഗ് മോഡ് ഓണാവുന്നതാണ്. നമുക്ക് വേണമെങ്കിൽ ഓഫാക്കും ചെയ്യാം. പവർ സേവിങ് അത്രത്തോളം ബെറ്റർ ആയിരിക്കും. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഗെയിം പ്ലേ തരുന്നുണ്ട്. ലാഗോ ഒന്നുമില്ല. നല്ല സ്മൂത്തായിട്ട് തന്നെ കളിക്കാൻ പറ്റുന്നുണ്ട്. വലിയ ഗെയിമുകൾ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ വലിയ ഗെയിമുകൾ കളിക്കാൻ കുറച്ച് അത്ര നല്ല പ്രശ്നമല്ല. ഈ പ്രൈസ് റേഞ്ചിൽ മാക്സിമം PUBG ലൈറ്റൊക്കെ ചിലപ്പം കളിക്കാൻ പറ്റുന്നതായിരിക്കും. ഈ ഗെയിം കണ്ടിട്ട് അത്യാവശ്യം ഗ്രാഫിക്സ് വർക്ക് ചെയ്യുന്ന ഫോണാണെന്ന് തന്നെ തോന്നുന്നു. ഒരു 6000 രൂപയ്ക്കാണ് നിങ്ങൾ ഫോൺ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ 5499 രൂപേൻ്റെ ടെക്നോൻ്റെ സ്പാർഗോ എന്ന മോഡൽ വളരെ നല്ലൊരു ഫോണാവും എന്ന് ഉറപ്പാണ്.